പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ എ ഫീനിക്സ് റൈസസ്, ഈ ലെസണാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഫിലിം ആക്ട്രസും കോളമിസ്റ്റും ഓഥറുമായ ട്വിങ്കിൾ ഖന്നയുടെ ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ ഉൾപ്പെടുന്ന ദ സാനിറ്ററി മാൻ ഓഫ് സാക്രഡ് ലാൻഡ് എന്ന ഒരു സ്റ്റോറിയുടെ അഡാപ്റ്റേഷനാണ് എ ഫീനിക്സ് റൈസസ് എന്ന ടൈറ്റിലിൽ നമുക്ക് ലെസണായി നൽകിയിരിക്കുന്നത്. എ ഫീനിക്സ് റൈസസ്, ഒരു ഫീനിക്സ് പക്ഷി പുനർജനിക്കുന്നു, ഉദയം കൊള്ളുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ടൈറ്റിലിൽ എന്താണ് ഫീനിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ ഫീനിക്സ് is a mythical bird found in various ancient mythologies. ഗ്രീക്ക്, റോമൻ, ഈജിപ്ഷ്യൻ തുടങ്ങിയ പല പുരാണ കഥകളിലും പരാമർശിക്കപ്പെട്ട ഒരു മിത്തിക്കൽ ബേർഡാണ് ഫീനിക്സ്. It typically represents immortality, resilience, etc. Immortality, അനശ്വരത, റെസിലിയൻസ്, അതിജീവനം, പ്രതിസന്ധികളെ തരണം ചെയ്ത് പൂർവ്വസ്ഥിതി പ്രാപിക്കൽ തുടങ്ങിയ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ് ഫീനിക്സ്. When it grows old or dies, ഫീനിക്സ് പക്ഷി വളർന്ന് പ്രായമായി അത് മരിക്കുമ്പോൾ it bursts into fire, അതൊരു തീജ്വാലയായി മാറുന്നു. And is born from its own ashes, അങ്ങനെ ആ തീജ്വാല കത്തി അമർന്ന് അതിൻ്റെ ചാരത്തിൽ നിന്ന് വീണ്ടും ആ പക്ഷി പുനർജനിക്കുന്നു. ഇതാണ് ഫീനിക്സ് പക്ഷിയെക്കുറിച്ച് വിശ്വസിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഷോർട്ട് സ്റ്റോറി റൈറ്ററെ ഒന്ന് പരിചയപ്പെടാം. എബൌട്ട് ദി ഓഥർ. ട്വിങ്കിൾ ഖന്ന വാസ് ബോൺ ഇൻ 1973 ഇൻ മുംബൈ. 1973 മുംബൈയിലാണ് ട്വിങ്കിൾ ഖന്ന ജനിച്ചത്. ഷീ ബിഗാൻ ആക്ടിംഗ് ഇൻ ഫിലിംസ് ഇൻ 1995. 1995 തന്നെ അവർ ഫിലിമിൽ അഭിനയിക്കാനും തുടങ്ങി. ഇൻ 2002 ഷീ എംബാർക്ക്ഡ് ഓൺ എ ന്യൂ കരിയർ ആസ് ആൻ ഇന്റീരിയർ ഡിസൈനർ. 2002 അവർ പുതിയൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിച്ചു, ഒരു ഇന്റീരിയർ ഡിസൈനറായി മാറി. ലേറ്റർ ഷീ എസ്റ്റാബ്ലിഷ്ഡ് ഹെർസെൽഫ് ആസ് ആൻ ഓഥർ ആൻഡ് കോളമിസ്റ്റ്. പിന്നീട് അവർ പത്രകോളങ്ങളിൽ ലേഖനങ്ങളൊക്കെ എഴുതുന്ന ഒരു കോളമിസ്റ്റായും ഒരു ഓഥറായും മാറി. ഇൻ 2015 her first book, Mrs. Funny Bones, became a bestseller. 2015 അവരുടെ ആദ്യ പുസ്തകമായ മിസസ് ഫണി ബോൺസ് തന്നെ എ ബെസ്റ്റ് സെല്ലർ, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമായി മാറി. ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ്. ട്വിങ്കിൾ ഖന്നയുടെ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷൻ, കഥാസമാഹാരമാണ് ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ്, in which the tale of the social entrepreneur പത്മശ്രീ അരുണാചലം മുരുകാനന്ദം is portrayed. ഈ കഥാ സമാഹാരത്തിൽ ഉൾപ്പെടുന്ന ഒരു കഥയിലാണ് പത്മശ്രീ അരുണാചലം മുരുകാനന്ദം എന്ന വ്യക്തിയുടെ കഥ ചിത്രീകരിക്കപ്പെടുന്നത്. അദ്ദേഹം ഒരു സോഷ്യൽ ഓൺട്രപ്രണർ, ഒരു സാമൂഹികമായ ഒരു വ്യവസായ സംരംഭകനാണ്. അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിലെ ഒരു കഥയിലാണ്. അരുണാചലം മുരുകാനന്ദം എന്ന ദ പാഡ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആ മഹത് വ്യക്തിത്വത്തിൻ്റെ കഥയുടെ ഒരു അഡാപ്റ്റേഷനാണ് ഈ ലെസൺ എ ഫീനിക്സ് റൈസസ് എന്ന ടൈറ്റിലിൽ നൽകിയിരിക്കുന്നത്. ദ സ്റ്റോറി ഇൻസ്പയർഡ് ദ നാഷണൽ അവാർഡ് വിന്നിംഗ് ഫീച്ചർ ഫിലിം പാഡ്മാൻ. അരുണാചലം മുരുകാനന്ദത്തിൻ്റെ കഥ തന്നെയാണ് പിന്നീട് നാഷണൽ അവാർഡ് നേടിയ ഫീച്ചർ ഫിലിം പാഡ്മാൻ എന്ന ഫിലിമിനും പ്രചോദനമായത്. ബിഫോർ ഗോയിങ് ത്രൂ ദ സ്റ്റോറി, ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട്. ഈ കഥ വായിക്കും മുമ്പ് നാം മനസ്സിലോർക്കേണ്ട ചില കാര്യങ്ങൾ. ശ്രീകാന്ത് ബൊല്ല says, the world may look at you and say you cannot do it. Look at the world and say, I can do anything. What do you understand from these words? ശ്രീകാന്ത് ബൊല്ലയുടെ സ്റ്റോറിയിൽ അദ്ദേഹം പറയുന്നു, ഒരുപക്ഷെ ലോകം നിങ്ങളെ നോക്കി പറയും യു കനോട്ട് ഡു ഇറ്റ്, നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന്. എന്നാൽ അത്തരമൊരു ഘട്ടത്തിൽ ലോകത്ത് നോക്കി നിങ്ങൾ പറയുക ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്കെന്തും ചെയ്യാൻ സാധിക്കുമെന്ന്. ശ്രീകാന്തിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന, തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായേക്കാം. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ യു കനോട്ട് ഡു ഇറ്റ് എന്നൊക്കെ സമൂഹം നമ്മോട് പറഞ്ഞേക്കാം.
എന്നാൽ അത്തരമൊരു ഘട്ടത്തിൽ ആ നിരുത്സാഹപ്പെടുത്തലുകൾക്ക് കീഴടങ്ങാതെ ഉറച്ച മനസ്സോടുകൂടി, ഒരു ഡിറ്റർമിനേഷനോട് കൂടി നാം പറയുക, ഐ ക്യാൻ ഡു എനിത്തിങ്, എനിക്കെന്തും ചെയ്യാൻ സാധിക്കുമെന്ന്. എങ്കിലേ നാം ജീവിതത്തിൽ മുന്നേറുകയുള്ളൂ, വിജയം വരിക്കുകയുള്ളൂ. Here is the story of another young man who, though isolated by society, still became an icon of perseverance and social commitment. ശ്രീകാന്ത് ബല്ലയെ പോലെ ഇവിടെ ഇതാ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കഥ പറയുന്നു. സമൂഹം അദ്ദേഹത്തെ പരിഹസിച്ചപ്പോഴും മാറ്റി നിർത്തിയപ്പോഴും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയപ്പോഴും നിരാശപ്പെട്ട് പിൻവാങ്ങാതെ അദ്ദേഹം സ്ഥിരോത്സാഹത്തിൻ്റെയും സാമൂഹ്യമായ കടപ്പാടുകളുടെയും ഒരു ഐക്കണായി മാറി മുന്നേറി വിജയം വരിച്ചു. അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് വായിക്കാം. ലെറ്റ്സ് ലേൺ മോർ അബൌട്ട് ഹിം. Now let's go through the story. Bablu Kavath had been an indifferent student at best. ട്വിങ്കിൾ കന്നയുടെ ബബ്ലു കേവത്ത് എന്നുള്ള ഈ ക്യാരക്ടർ അരുണാചലം മുരുകാനന്ദം എന്ന ബാറ്റ്മാൻ തന്നെയാണ്. ബബ്ലു കേവത്ത് ഹാഡ് ബീൻ ആൻ ഇൻഡിഫറൻറ്റ് സ്റ്റുഡൻറ്റ്. പഠനകാര്യങ്ങളിൽ ഒട്ടും താല്പര്യം ഇല്ലാതിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ബബ്ലു കേവത്ത്. ഇൻഡിഫറൻറ്റ്, നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഓർ അൺഎന്തൂസിയാസ്റ്റ്. പഠനകാര്യങ്ങളിലൊന്നും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ബബ്ലു കേവത്തിന്. He still remembers his science teacher, Mrs. Sharma, and the egg incubator that he had made under her supervision. എന്നാൽ തൻ്റെ സയൻസ് അധ്യാപിക മിസ്സിസ് ഷേമയെയും അവരുടെ സൂപ്പർവിഷനിൽ, മേൽനോട്ടത്തിൽ ബബ്ലു നിർമ്മിച്ച എഗ് ഇൻക്യുബേറ്റർ, ഇതൊക്കെ ഇപ്പോഴും അവൻ ഓർക്കുന്നുണ്ട്. എഗ് ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ an apparatus used for hatching eggs. കോഴിമുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ്, ഇൻക്യുബേറ്റർ, ഇതവൻ നിർമ്മിച്ചിരുന്നു. പുസ്തകം വായിക്കുക, പഠിക്കുക, ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ബബ്ലു കേവത്തിന്. എന്നാൽ മെക്കാനിക്കലായി എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചെടുക്കുക എന്ന കാര്യത്തിൽ വലിയ താല്പര്യവും ഉണ്ടായിരുന്നു. But when Bablu's father died, leaving his mother struggling to support her small family, he dropped out of school to get a job and help her out. എന്നാൽ വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ ബബ്ലുവിൻ്റെ അച്ഛൻ മരിച്ചു. കൊച്ചു കുടുംബമാണെങ്കിലും ഭാരം മുഴുവനും അമ്മയുടെ മേൽ ആവുകയും ചെയ്തു. മദർ സ്ട്രഗ്ലിംഗ് ടു സപ്പോർട്ട് ഹർ സ്മോൾ ഫാമിലി. അമ്മയ്ക്ക് ആ കൊച്ചു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ ഹി ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ. അവൻ സ്കൂൾ പഠനം ഉപേക്ഷിച്ചു. ഡ്രോപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലീവ് സ്കൂൾ എറ്റ്സെട്ര ബിഫോർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ്. പഠനം പൂർത്തീകരിക്കും മുമ്പ് സ്കൂൾ പഠനം നിർത്തലാക്കി. അവൻ സ്കൂളിൽ നിന്നും പുറത്തിറങ്ങി. ടു ഗെറ്റ് എ ജോബ് ആൻഡ് ഹെൽപ്പ് ഹർ ഔട്ട്. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താനും അമ്മയെ സഹായിക്കാനുമായിരുന്നു പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചത്. ഹി ജോയിൻഡ് എ വർക്ക്ഷോപ്പ് ആസ് എ ബസ് ബോയ് ഗെറ്റിംഗ് ടീ ഫോർ ദി ഓണർ. അങ്ങനെ ജോലി അന്വേഷിച്ച് അവൻ ഒരു വർക്ക്ഷോപ്പിൽ അതിൻ്റെ ഓണർക്ക് ടീ കൊണ്ടുവരുന്ന ഒരു ബസ് ബോയ് പോലെ ജോലിയിൽ പ്രവേശിച്ചു. ബസ് ബോയ് എന്ന് പറയുമ്പോൾ an assistant waiter, one who cleans tables or dishes in a restaurant. ഒരു വെയിറ്ററുടെയും കീഴെയുള്ള ഒരു തൊഴിലാളിയാണ്. ടേബിളും പാത്രങ്ങളും ഒക്കെ വൃത്തിയാക്കുന്ന. ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ അതിൻ്റെ ഓണർക്ക് തൊട്ടടുത്ത ടീ ഷോപ്പിൽ നിന്നും ടീ കൊണ്ടുവരുന്ന ഒരു ബസ് ബോയ് പോലെയാണ് ആദ്യം ജോലിയിൽ പ്രവേശിച്ചത്. He slowly worked his way up to becoming a welder. എന്നാൽ ക്രമേണ അവൻ ഒരു വെൽഡറായി ജോലിയിൽ മുന്നേറി. Gradually he took over the mortgage of the workshop. ക്രമേണ അവൻ ആ വർക്ക്ഷോപ്പിൻ്റെ ലോണെല്ലാം കൈകാര്യം ചെയ്യുന്ന, അതൊക്കെ അടച്ചു തീർക്കുന്ന, അതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് ജോലിയിൽ ഉയർന്നു. മോർഗേജ് എന്ന് പറഞ്ഞാൽ പണയം, ഏതെങ്കിലും ഒരു ലോണിന് വേണ്ടി നാം ഈട് നൽകുന്ന, ഗ്യാരണ്ടി നൽകുന്ന വസ്തുവിനാണ് മോർഗേജ് എന്ന് പറയുക. ഇവിടെ ആ വർക്ക്ഷോപ്പിന് ധാരാളം ലോൺ ഉണ്ടായിരുന്നു. അതൊക്കെ അവൻ അടച്ചു തീർക്കുന്ന രൂപത്തിലേക്ക് ജോലിയെടുത്ത് ആ വർക്ക്ഷോപ്പ് ലാഭത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് അവൻ ജോലിയിൽ ഉയർന്നു. മോർഗേജ് എന്ന വേർഡ് ശ്രദ്ധിക്കുക, അതിലെ ടി സൈലന്റ് ആണ്. മോർഗേജ് എന്നാണ് വായിക്കേണ്ടത്. ആഫ്റ്റർ ദാറ്റ് ഹി റാൻ ദ ബിസിനസ് ഹിംസെൽഫ്. അങ്ങനെ ക്രമേണ ആ വർക്ക്ഷോപ്പ് അവൻ തന്നെ ഏറ്റെടുത്ത് നടത്താനും തുടങ്ങി. ഗ്രോയിങ് ഇറ്റ് സ്റ്റഡിലി.
നഷ്ടമായിരുന്ന വർക്ക്ഷോപ്പ് ഇപ്പോൾ സ്ഥിരമായി അത് വളർച്ചയിലേക്ക്, പുരോഗതിയിലേക്ക് മുന്നേറുകയും ചെയ്തു. ബബ്ലു ആൻഡ് ഗൗരി ഹാഡ് ആൻ അറേഞ്ച്ഡ് മാരേജ്. ബബ്ലുവിനും ഭാര്യ ഗൗരിക്കും കുടുംബം തീരുമാനിച്ചുറച്ച അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് ഒന്നും ആയിരുന്നില്ല. ആഫ്റ്റർ മീറ്റിംഗ് ജസ്റ്റ് വൺസ് ബ്രീഫ്ലി, അതും ഒരിക്കൽ മാത്രം ഒരല്പസമയം കണ്ടതിന് ശേഷം ആയിരുന്നു അവർ വിവാഹിതരായത്. ഇൻ ദ പ്രസൻസ് ഓഫ് ബോത്ത് ദെയർ ഫാമിലീസ്, രണ്ട് കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു ആ കണ്ടുമുട്ടലും. അങ്ങനെ ഫാമിലീസ് അറേഞ്ച് ചെയ്ത ഒരു മാരേജ് ആയിരുന്നു ബബ്ലുവിൻ്റെയും ഭാര്യ ഗൗരിയുടേതും. വൺ മോർണിംഗ് ബബ്ലൂസ് മദർ ആൻഡ് യങ്ങർ സിസ്റ്റർ ഷാലു വർ ഡ്രിങ്കിങ് ടീ. ഒരു ദിവസം രാവിലെ ബബ്ലുവിൻ്റെ അമ്മയും ഇളയ സഹോദരി ഷാലുവും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യ ഗൗരി അവിടെ ഉണ്ടായിരുന്നില്ല. ലുക്കിംഗ് ഫോർ ഹിസ് വൈഫ്, ബബ്ലു സോണ്ടേർഡ് ഔട്ട് ടു ദ ബാക്ക് പോർച്ച്. തൻ്റെ ഭാര്യയെ അന്വേഷിച്ചുകൊണ്ട് വീടിൻ്റെ പുറകുവശത്തേക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ബബ്ലു നടന്നു നീങ്ങി. സോണ്ടേർഡ് മീൻസ് വാക്ഡ് ഇൻ എ റിലാക്സ്ഡ് മാനർ. വളരെ ശാന്തനായി, റിലാക്സ്ഡായി ഭാര്യയെ തെരഞ്ഞുകൊണ്ട് വീടിൻ്റെ പുറകുവശത്തേക്ക് ബബ്ലു നടന്നു നീങ്ങി. ഹി സോ ഗൗരി വാക്കിംഗ് ഹറീഡ്ലി ടുവാർഡ്സ് ദ ബാത്റൂം. അവിടെ എത്തിയപ്പോൾ ഗൗരി വളരെ ധൃതിപ്പെട്ട് ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു പോകുന്നത് കണ്ടു. ഹോൾഡിംഗ് എ റാഗ് ഇൻ ഹർ ഹാൻഡ്. അവരുടെ കയ്യിൽ ഒരു പഴയ തുണിക്കഷ്ണവും ഉണ്ടായിരുന്നു. ഹി കെയിം ടു നോ ഫ്രം ഹർ ദാറ്റ് വിമൻ യൂസ്ഡ് റാഗ്സ് ഇൻസ്റ്റെഡ് ഓഫ് സാനിറ്ററി നാപ്കിൻസ്. അന്നാണ് അവൻ ഭാര്യയിൽ നിന്നും മനസ്സിലാക്കുന്നത്, ഗ്രാമീണ സ്ത്രീകളൊക്കെ അവരുടെ മെൻസ്ട്രൽ പീരിയഡ് സമയത്ത് സാനിറ്ററി നാപ്കിൻസ് ഓർ പാഡ്സ്, അതിനു പകരം റാഗ്സ്, ഓൾഡ് ക്ലോത്ത്സ്, പഴം തുണിക്കഷ്ണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ബബ്ലു ഗൗരിയിൽ നിന്നന്ന് മനസ്സിലാക്കി. That evening, on his way back from the workshop, Bablu decided to surprise Gauri with a gift. അന്ന് വൈകുന്നേരം വർക്ക്ഷോപ്പിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ബബ്ലു തൻ്റെ ഭാര്യ ഗൗരിയെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകി ആശ്ചര്യപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. ഹി വെന്റ് ടു എ സ്മോൾ സ്റ്റോർ. അങ്ങനെ അദ്ദേഹം ഒരു ചെറിയ സ്റ്റോറിലേക്ക് പോയി. ദ സ്റ്റോർ കീപ്പർ ക്വിക്ക്ലി റാപ്ഡ് ദ നാപ്കിൻ പാക്ക് ഇൻ ആൻ ഓൾഡ് ന്യൂസ് പേപ്പർ. ബബ്ലു ആവശ്യപ്പെട്ട പോലെ നാപ്കിൻ പാക്ക്, ഒരു പാക്കറ്റ് പഴയ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ അദ്ദേഹം സ്റ്റോർ കീപ്പർ വളരെ വേഗം ബബ്ലുവിന് നൽകുകയും ചെയ്തു. ബബ്ലു വാസ് സ്റ്റാർട്ടിൽഡ് അറ്റ് ദി എക്സോർബിറ്റന്റ് പ്രൈസ്. എന്നാൽ അതിൻ്റെ വളരെ ഉയർന്ന വില കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. സ്റ്റാർട്ടിൽഡ്, ഷോക്ക്ഡ് ഓർ സർപ്രൈസ്ഡ്. എക്സോർബിറ്റന്റ് പ്രൈസ് മീൻസ് എക്സസീവ് ഓർ ഹൈ പ്രൈസ്. ബട്ട് ഡ്യൂട്ടിഫുള്ളി പെയ്ഡ് ഹിം 40 rupees. എന്നാൽ തർക്കിക്കാനൊന്നും നിൽക്കാതെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി 40 rupees നൽകുകയും ചെയ്തു. He unwrapped the packet and examined the pad. കടക്കാരൻ നൽകിയ പാക്കറ്റ് അദ്ദേഹം അൺട്രാപ്ഡ്, അൺകവേർഡ് ഓർ ഓപ്പൺഡ്. ബബ്ലു തുറന്നു പരിശോധിച്ചു. ആൻഡ് എക്സാമിൻഡ് ദ പാഡ്. അതിലെ പാഡുകൾ അദ്ദേഹം പരിശോധിച്ചു. ഇറ്റ് സീം ടു ബി ജസ്റ്റ് പ്ലെയിൻ കോട്ടൺ റാപ്ഡ് ഇൻ എ ഗോസ് ഷീറ്റ്. അല്പം പഞ്ഞിയെടുത്ത് ഗോസ് ഷീറ്റ്, നേരിയ തുണിയിൽ പൊതിഞ്ഞ പോലെയായിരുന്നു ഓരോ പാഡും. ഗോസ് മീൻസ് വെരി തിൻ ക്ലോത്ത്സ്, വളരെ നേരിയ തുണി. ഹി പ്ലേസ്ഡ് ഇറ്റ് ഓൺ ഹിസ് പാം. അദ്ദേഹം ആ പാഡ് ഒരെണ്ണം എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഇങ്ങനെ വെച്ചു. ട്രൈങ് ടു കാൽക്കുലേറ്റ് ദി അപ്രോക്സിമേറ്റ് വെയിറ്റ് ഓഫ് ദ പാഡ്. ആ ഒരു പാഡിൻ്റെ ഏകദേശം വെയിറ്റ് എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ കയ്യിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഭാരമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. 10 grams, he said to himself. വെറും 10 ഗ്രാമാണ് അതിൻ്റെ ഭാരമെന്ന് അദ്ദേഹം സ്വയം പറയുകയും ചെയ്തു. ഹാവിംഗ് സീൻ ഹിസ് ഫാദർ വർക്കിംഗ് വിത്ത് കോട്ടൺ യാൺ. തൻ്റെ അച്ഛൻ കോട്ടൺ യാണൊക്കെ ഉപയോഗിച്ച് പലതരം ജോലികൾ ചെയ്യുന്നത് കണ്ട് പരിചയമുള്ളതിനാൽ ബബ്ലുവിന് അറിയാമായിരുന്നു. ഹി ന്യൂ ദാറ്റ് 10 grams ഓഫ് കോട്ടൺ വുഡ് ബെയർലി കോസ്റ്റ് 10 paise. 10 ഗ്രാം കോട്ടണ് 10 പൈസയിൽ താഴെ മാത്രമേ വില വരൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ബട്ട് ഹിയർ ഹി വാസ് പേയിങ് 4 rupees ഫോർ ഈച്ച് ഓഫ് ദിസ് പാഡ്സ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിലുള്ള ഓരോ പാഡിനും 4 രൂപയോളം നൽകിയിരിക്കുന്നു. ഹി പുട്ട് ദ പാഡ് ബാക്ക് ഇൻ ദ പാക്കറ്റ്.
ഏതായാലും അദ്ദേഹം ആ പാക്കറ്റിലേക്ക് പാഡുകൾ തിരിച്ചു വെച്ചു. ബാക്ക് ഹോം ബബ്ലു സീക്രട്ട്ലി ഹാൻഡഡ് ഓവർ ദ പാക്ക് ടു ഗൗരി. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം രഹസ്യമായി ആ നാപ്കിൻ പാഡുകളുടെ പാക്കറ്റ് തൻ്റെ ഭാര്യ ഗൗരിക്ക് മറ്റാരും കാണാതെ കൈമാറുകയും ചെയ്തു. ഗൗരി വാസ് നോട്ട് പ്ലീസ്ഡ്. എന്നാൽ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടും ഗൗരി അത്ര സന്തോഷവതിയായിരുന്നില്ല. ഷി വാസ് നോട്ട് പ്ലീസ്ഡ്, ഷി വാസ് നോട്ട് ഹാപ്പി. ഇഫ് ഷാലു ആൻഡ് ഐ സ്റ്റാർട്ട് ബൈയിങ് ദീസ് പാക്കറ്റ്സ് എവറി മന്ത്സ്, ഞാനും ഷാലുവും ഓരോ മാസവും ഇത്തരം പാക്കറ്റ്സ് ഒക്കെ വാങ്ങാൻ തുടങ്ങിയാൽ, ദെൻ ലെറ്റ് നോൺ കേർ ആൻഡ് ഗീ, വീട്ടിൽ വാങ്ങുന്ന തൈരും നെയ്യുമൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ലെറ്റ് അലോൺ, അതിനെക്കുറിച്ച് സംസാരിക്കുകയേ വേണ്ട. വി വിൽ നോട്ട് ഈവൻ ഹാവ് ഇനഫ് മണി ടു ബൈ മിൽക്ക്. തൈരും നെയ്യുമൊക്കെ മാറ്റിവെക്കുക, പാല് പോലും വാങ്ങാനുള്ള പണം നമുക്കുണ്ടാകില്ല, ഗൗരി പറഞ്ഞു. ബബ്ലു ലുക്ക്ഡ് അറ്റ് ഹർ ഡിജക്റ്റഡ്ലി. അല്പം നിരാശയോടുകൂടി ദുഃഖത്തോടുകൂടിയാണ് ഇത് കേട്ട് ബബ്ലു ഗൗരിയെ നോക്കിയത്. ഡിജക്റ്റഡ്ലി, സാഡ്ലി, ദുഃഖത്തോടെ. But he then determined to start a new project. എന്നാൽ ആ നിമിഷത്തിൽ തന്നെ ബബ്ലുവിൻ്റെ മനസ്സിൽ ഒരു പുതിയ പ്രോജക്റ്റ്, ഒരു പദ്ധതി ആരംഭിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഐഡിയ മനസ്സിൽ കണ്ടിരുന്നു. He pulled out a pair of scissors, a needle and some thread. അദ്ദേഹം തൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു കത്രികയും സൂചിയും നൂലും, കോട്ടൺ ആൻഡ് ക്ലോത്ത്സ്, പഞ്ഞിയും തുണിക്കഷ്ണങ്ങളുമെല്ലാം അദ്ദേഹം തൻ്റെ ഫ്രം ഹിസ് ബാഗിൽ നിന്ന് പുറത്തേക്കെടുത്തു. He began flattening the cotton between his hands. ആ പഞ്ഞി അദ്ദേഹം തൻ്റെ കൈകളിൽ വെച്ച് പരത്താൻ തുടങ്ങി. ഫ്ലാറ്റനിങ്, അതൊന്ന് പരത്താനും തുടങ്ങി. ആസ് ഇഫ് ഹി were spreading out dough to make a chapati. ഒരു ചപ്പാത്തിക്ക് മാവ് പരത്തുന്ന പോലെയായിരുന്നു അദ്ദേഹം കൈകൾക്കുള്ളിൽ വെച്ച് കോട്ടൺ പരത്തിയത്. ഡോ എന്ന് പറഞ്ഞാൽ ഫ്ലോർ, മിക്സ്ഡ് ഫ്ലോർ വിത്ത് വാട്ടർ. മാവ് കുഴച്ച, ചപ്പാത്തിക്കൊക്കെ അരിമാവ് ഗോതമ്പ് മാവൊക്കെ കുഴച്ചുണ്ടാക്കിയ, അതിനാണ് ഡോ എന്ന് പറയുന്നത്. വിതിൻ 24 hours of first touching a sanitary napkin. ആദ്യമായി ഒരു സാനിറ്ററി നാപ്കിൻ കയ്യിലെടുത്തതിൻ്റെ 24 മണിക്കൂർ തികയും മുമ്പ് തന്നെ ബബ്ലു ഹാഡ് മാനേജ്ഡ് ടു മേക്ക് ഹിസ് ഓൺ. ബബ്ലു സ്വന്തമായി തന്നെ ഒരു സാനിറ്ററി നാപ്കിൻ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം സ്വന്തമായി ഒരു സാനിറ്ററി നാപ്കിൻ പാഡ് ഉണ്ടാക്കി. ബട്ട് ഹി വാസ് നോട്ട് ഏബിൾ ടു മേക്ക് എ യൂസ്ഫുൾ വൺ. എന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഉപകാരപ്രദമായ ഒരെണ്ണമായിരുന്നില്ല അദ്ദേഹം ഉണ്ടാക്കിയത്. അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിനുള്ള കാരണം, he could not make out the material used by the brands. സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കുന്ന ബ്രാൻഡ്സ്, അത്തരം കമ്പനികൾ എന്തൊക്കെ മെറ്റീരിയലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് could not make out, he could not recognize or understand. അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഏതായാലും ഒരു മോഡൽ നാപ്കിൻ പാഡ് അദ്ദേഹവും ഉണ്ടാക്കി. Months passed and Bablu procured different qualities of cotton and other materials to make pads. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ബബ്ലു പല ക്വാളിറ്റികളിലുള്ള വിവിധ തരം കോട്ടണുകളൊക്കെ വളരെ പ്രയാസപ്പെട്ട് ശേഖരിച്ചു. അതോടൊപ്പം തന്നെ അതർ മെറ്റീരിയൽസ്, പാഡ് നിർമ്മാണത്തിന് ആവശ്യമായ മറ്റു മെറ്റീരിയലുകളും വളരെ പ്രയാസത്തിൽ ശേഖരിച്ച് തൻ്റെ പരീക്ഷണം തുടർന്നു. പ്രൊക്കർ മീൻസ് ഗെറ്റ് സംതിങ് വിത്ത് എൻ എഫേർട്ട്. കഠിന പ്രയത്നത്തിലൂടെ ശേഖരിക്കുക, സംഘടിപ്പിക്കുക. He continued his experiments, knowing that most women used unclean rags instead of sanitary napkins, as they could not afford them. സ്ത്രീകളിൽ മിക്കവരും യഥാർത്ഥ നാപ്കിൻസ്, സാനിറ്ററി നാപ്കിൻ പാഡ്സ് പണം കൊടുത്ത് വാങ്ങാൻ സാധ്യമാകാത്തതിനാൽ വളരെ അൺക്ലീൻ ആയിട്ടുള്ള പഴയ തുണികളാണ് പാഡുകൾക്ക് പകരം ഉപയോഗിക്കുന്നതെന്ന് ബബ്ലു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ചീപ്പറായിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് സ്വന്തമായി തയ്യാറാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളും ശ്രമങ്ങളും അദ്ദേഹം തുടർന്നു. ഹി ഓൾസോ ന്യൂ ദാറ്റ് ദിസ് മെയ്ഡ് ദം പ്രോൺ ടു ഡിസീസ്. ഇങ്ങനെ അൺക്ലീൻ റാഗ്സ്, അൺക്ലീൻ ആയിട്ടുള്ള അൺഹൈജീനിക് ആയിട്ടുള്ള തുണികൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണത്താൽ സ്ത്രീകളിൽ പലർക്കും തന്നെ ദേ ആർ പ്രോൺ ടു ഡിസീസ്. അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു.
നോ വൺ എൽസ് അപ്പിയർഡ് ടു ബി ബോതേർഡ് ബൈ ദിസ്. എന്നാൽ ആരും തന്നെ ഇത്തരം കാര്യങ്ങളിലൊന്നും ആശങ്ക വെച്ച് പുലർത്തുന്നില്ല എന്നും അദ്ദേഹം മനസ്സിലാക്കി. bothered, concerned. He looked at the little girls running around the neighborhood. തൻ്റെ ചുറ്റുവട്ടത്തും അയൽപക്കത്തൊക്കെ ഓടിക്കളിക്കുന്ന പെൺകുട്ടികൾ അദ്ദേഹം നോക്കി. They couldn't even buy a good pair of slippers. അവർക്ക് ഒരു ജോഡി ചെരുപ്പ് വാങ്ങാനുള്ള പണം പോലുമില്ല. അതുപോലും അവർക്ക് സാധ്യമല്ല. Then how could they ever afford to buy sanitary pads month after month? അദ്ദേഹം സ്വയം ചോദിച്ചു, ഒരു ജോഡി ചെരുപ്പ് പോലും വാങ്ങാൻ കഴിയാത്ത ഇത്തരം പെൺകുട്ടികൾക്ക് ഓരോ മാസവും വില കൂടിയ സാനിറ്ററി പാഡ്സ് എങ്ങനെ വാങ്ങാൻ സാധിക്കും? അദ്ദേഹം ചിന്തിച്ചു. However, his experiments and his obsession caused some unrest even in the family. ഏതായാലും ബബ്ലുവിൻ്റെ ഇത്തരം പരീക്ഷണങ്ങളും ആ പരീക്ഷണത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളും താല്പര്യങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ചില അസ്വാരസ്യങ്ങൾ, അൺറസ്റ്റ് സൃഷ്ടിച്ചു. ഒബ്സഷൻ മീൻസ് സംതിങ് ദാറ്റ് വൺ തിങ്സ് അബൌട്ട് ഓൾ ദ ടൈം. എല്ലായ്പ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ഒരു ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ചെലവ് കുറഞ്ഞ രീതിയിൽ സാനിറ്ററി നാപ്കിൻസ് പാഡുകൾ നിർമ്മിച്ചെടുക്കാനുള്ള വിദ്യ കണ്ടെത്തണം. അതെങ്ങനെയെങ്കിലും നിർമ്മിച്ചെടുക്കണം. ഈ പരീക്ഷണങ്ങളും ഈ ചിന്തകളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഹിസ് മദർ ബിസീജ്ഡ് ഹിം ടു സ്റ്റോപ്പ് ദി എക്സ്പെരിമെന്റ്സ്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ അമ്മ ബിസീജ്ഡ്, റിക്വസ്റ്റഡ് ഹിം, അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അമ്മ പറയുന്നത്, സേയിങ് ദാറ്റ് ദ ഹോൾ ഫാമിലി വുഡ് ബി ഡിസ്ഗ്രേസ്ഡ്. കുടുംബം അപമാനിക്കപ്പെടും, കുടുംബത്തിന് മാനക്കേടായി മാറും, ഡിസ്ഗ്രേസ്ഡ് ആയി മാറും. ബൈ ഹിസ് സോളിഡ് ഇൻട്രസ്റ്റ് ഇൻ വിമൻസ് മെൻസ്ട്രുവൽ സൈക്കിൾസ്. സ്ത്രീകളുടെ മെൻസ്ട്രുവൽ പീരീഡുമായി ബന്ധപ്പെട്ട് സോളിഡ് ഇൻട്രസ്റ്റ്, വളരെ മോശമായ താല്പര്യമാണ്. അതിലെ പരീക്ഷണങ്ങളൊക്കെ ആളുകൾ കളിയാക്കാനും പരിഹസിക്കാനും അപമാനിക്കാനും കാരണമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മ ഇത്തരം പരീക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ മകനോട് റിക്വസ്റ്റ് ചെയ്തത്. The news was gradually spreading in the village. എന്നാൽ ഈ വാർത്തകൾ, ബബ്ലുവിൻ്റെ സാനിറ്ററി പാഡുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അവരറിയാതെ തന്നെ ക്രമേണ ഗ്രാമത്തിൽ പടരുന്നുണ്ടായിരുന്നു. And the villagers entangled the whole family in a mesh of coarse whispers and rude glances. പല ഗ്രാമീണരും വളരെ പരുഷമായ നോട്ടങ്ങൾ കൊണ്ടും അടക്കിപ്പിടിച്ച പരിഹാസ വിസ്പേഴ്സ്, സംസാരങ്ങൾ കൊണ്ടും ആ കുടുംബത്തെ എൻറ്റാങ്കിൾഡ്, പ്രയാസപ്പെടുത്തി അവരെ ട്രാപ്പ് ചെയ്തു. ഇൻ എ മെഷ് മീൻസ് നെറ്റ് ഓഫ് കോഴ്സ് വിസ്പേഴ്സ്, വളരെ പരുഷമായ വാക്കുകൾ കൊണ്ടും, ആൻഡ് റൂഡ് ഗ്ലാൻസസ്, മോശമായ നോട്ടങ്ങളും. എന്ന് വെച്ചാൽ വില്ലേജസ്, ഇതെല്ലാം മനസ്സിലാക്കിയ വില്ലേജസ് ബബ്ലുവിൻ്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കാണുമ്പോൾ പരിഹസിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടുമൊക്കെ സംസാരിക്കുകയും നോക്കുകയൊക്കെ ചെയ്യാറും തുടങ്ങി. ബബ്ലു വാസ് ഗ്ലൂമി ഫോർ എ വൈൽ അറ്റ് ദ തോട്ട് ഓഫ് സ്റ്റോപ്പിംഗ് ഹിസ് എക്സ്പെരിമെന്റ്സ്. എന്നാൽ തൻ്റെ പരീക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബബ്ലു വാസ് ഗ്ലൂമി, അല്പം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, സാഡ് ആയിരുന്നു, അദ്ദേഹത്തിന് ദുഃഖം തോന്നി. ബട്ട് ഹി ഡിവൈസ്ഡ് ആൻ ഐഡിയ ടു കണ്ടക്ട് എക്സ്പെരിമെന്റ്സ് ഓൺ ഹിംസെൽഫ് റാദർ ദാൻ അതേഴ്സ്. എന്നാൽ അദ്ദേഹം സാനിറ്ററി പാഡിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ച പരീക്ഷണങ്ങൾ സ്വന്തം ശരീരത്തിൽ തന്നെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. മറ്റുള്ളവരുടെ സഹായം തേടുന്നതിന് പകരം he devised an idea. He found out an idea. അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി. With the help of a friend, ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി he collected some blood. അല്പം രക്തം ശേഖരിച്ചു. എന്നിട്ട് യൂസിങ് എ റബ്ബർ ട്യൂബ്, ഒരു റബ്ബർ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് he experimented with the napkins himself. അദ്ദേഹം ഉണ്ടാക്കിയ നാപ്കിൻസിലേക്ക് ഈ രക്തം ഒരു റബ്ബർ ട്യൂബിലൂടെ ഒഴുക്കിയിട്ട് അത് അബ്സോർബ് ചെയ്യുന്നുണ്ടോ, സാധാരണയുള്ള ഒരു സാനിറ്ററി നാപ്കിൻ ബ്ലഡ് അബ്സോർബ് ചെയ്യുന്ന പോലെ താൻ ഉണ്ടാക്കിയത് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹം സ്വന്തം ശരീരത്തിൽ തന്നെ പരീക്ഷണവും നടത്തി. വൺ ഡേ Leda, his neighbor Parul's daughter, happened to see this.
തൻ്റെ അയൽവാസിയായ പരൂൾ എന്ന വ്യക്തിയുടെ മകൾ ലത ഈ പരീക്ഷണം നേരിട്ട് കാണാനും ഇടയായി. The next day, all kinds of rumors spread over the small town. പിറ്റേന്നായപ്പോഴേക്കും ആ കൊച്ചു പട്ടണമാകെ പലതരം റൂമേഴ്സും പടർന്നു. Unable to bear the humiliation, നാണക്കേട് സഹിക്കാൻ വയ്യാതെ ബബ്ലൂസ് വൈഫ് ലെഫ്റ്റ് ഹിം. ബബ്ലുവിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. She said she would only return when he gave up his madness. അവൾ പറഞ്ഞത് ബബ്ലു തൻ്റെ ഈ മാഡ്നസ്, ഈ ഭ്രാന്ത് അവസാനിപ്പിച്ചാൽ മാത്രമേ ഇനി തിരിച്ചു വരികയുള്ളൂ എന്നാണ്. ഹിസ് മദർ ടു ഫോളോഡ് സ്യൂട്ട്. ബബ്ലുവിൻ്റെ അമ്മയും അതേപോലെ ചെയ്തു. ഫോളോ സ്യൂട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടു ഡു ദ സെയിം തിങ് ആസ് സമൺ എൽസ് ഹാസ് ഡൺ. മറ്റൊരാൾ ചെയ്ത അതേ പ്രകാരം ചെയ്യുക. വൈഫ് അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി, അതേപോലെ മദറും ഉപേക്ഷിച്ചു. He had lost his wife, his family, his friends and money that he could not afford to waste. All in pursuit of sanitary pad project. ഈ സാനിറ്ററി പാഡ് പ്രോജക്റ്റ്, ഈ ഒരു പദ്ധതി വിജയിപ്പിച്ചെടുക്കുന്നതിൻ്റെ ശ്രമത്തിൽ അദ്ദേഹത്തിന് ഭാര്യ, കുടുംബം, സുഹൃത്തുക്കൾ, അദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയെടുത്ത പണം എല്ലാം അദ്ദേഹത്തിന് നഷ്ടമായി. All in pursuit, all in following the sanitary pad project. Bablu was a simple welder whose life had been ripped apart. ഒരു പാവം വെൽഡർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതമാകെ തകർന്നുപോയി. ripped apart, destroyed. And all because he had wanted to give Gauri a gift. ഇതെല്ലാം സംഭവിച്ചത് ഗൗരിക്ക്, തൻ്റെ ഭാര്യയായ ഗൗരിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകണം എന്ന് തീരുമാനിച്ചതിൽ നിന്നാണ് ഇതെല്ലാം തുടക്കം കുറിച്ചത്. എന്നാൽ ആ ഗിഫ്റ്റ് കൊടുക്കുന്നതോടൊപ്പം എ ഗിഫ്റ്റ് ഫോർ ഓൾ ദ പുവർ വിമൻ ഇൻ ദ വില്ലേജ് ആൻഡ് ഔട്ട്സൈഡ്. ഗ്രാമത്തിനകത്തും ഗ്രാമത്തിന് പുറത്തുമുള്ള എല്ലാ പാവപ്പെട്ട സ്ത്രീകൾക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമമായിരുന്നു അദ്ദേഹത്തെ ഇത്രയും വലിയ ഒരു തകർച്ചയിലേക്ക് നയിച്ചത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ലെസൺ എ ഫീനിക്സ് റൈസസ് എന്ന സ്റ്റോറി എ സാനിറ്ററി മാൻ ഫ്രം എ സാനിറ്ററി ലാൻഡ് എന്ന സ്റ്റോറിയുടെ അഡാപ്റ്റേഷൻ ആണെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. എന്നാൽ യഥാർത്ഥ സ്റ്റോറിയുടെ പേര് ദ സാനിറ്ററി മാൻ ഓഫ് സാക്രഡ് ലാൻഡ് എന്നുള്ളതാണ്. അഡാപ്റ്റഡ് ഫ്രം ദ സാനിറ്ററി മാൻ ഓഫ് സാക്രഡ് ലാൻഡ്, വൺ ഓഫ് ദ 4 സ്റ്റോറീസ് ഇൻ ടിങ്കിൾ ഖന്നാസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ടൈറ്റിൽഡ് ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ്. ടിങ്കിൾ ഖന്നയുടെ ഷോർട്ട് സ്റ്റോറി കളക്ഷനായ ദ ലെജൻഡ് ഓഫ് ലക്ഷ്മി പ്രസാദ് എന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ ഉൾപ്പെടുന്ന ഒരു സ്റ്റോറിയാണ് ദ സാനിറ്ററി മാൻ ഓഫ് സാക്രഡ് ലാൻഡ്. ഈ സ്റ്റോറിയുടെ ഒരു അഡാപ്റ്റേഷനാണ് യഥാർത്ഥത്തിൽ എ ഫീനിക്സ് റൈസസ് എന്നുള്ള ലെസൺ. ബബ്ലു കേവത്തിൻ്റെ സ്റ്റോറി നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഈ ഇമാജിനറി ക്യാരക്ടറിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പത്മശ്രീ അരുണാചലം മുരുകാനന്ദം എന്ന പാഡ്മാനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റിയൽ ലൈഫ് ഇൻ്റർവ്യൂ ഈ ലെസൻ്റെ ഭാഗമായി ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ നാം മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.